എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാക്കുറ അവൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും അത് മറ്റാരുമല്ല ആ വൈറ്റ് സെറ്റ്സു ടീം അവരാണ് ഇപ്പൊ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ അവള് ഇപ്പൊ സെൻസുറി ടൈപ്പ് നിഞ്ച അവരുപയോഗിച്ച് അവരുടെ ഹൈഡ് ഔട്ട് അവരെങ്ങനെ ഇവിടേക്ക് എത്തുന്നു അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അവിടേക്ക് പറഞ്ഞയക്കും. നമ്മുടെ ഷീനോ, ഹിനട്ട, കിബ അവര് 3 പേരുമായിരിക്കും വൈറ്റ് സെറ്റ്സുവിന്റെ റിയൽ ലൊക്കേഷൻ അത് കണ്ടുപിടിക്കാനായിട്ട് അവിടേക്ക് വരിക. അവരവിടെ മുഴുവൻ അങ്ങനെ നോക്കി നടക്കും. അപ്പോഴായിരിക്കും അവിടെ അടുത്തായിട്ട് വലിയൊരു ഗുഹ അവര് കാണാ. അവര് 3 പേരും അതിനകത്തേക്ക് വരും. ഷിനോ പറയും ഇവിടെ ബാരിയർ അത് കുറച്ച് വീക്കാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടുന്ന് തന്നെയായിരിക്കും. അപ്പൊ ഹിനട്ട അവളുടെ വ്യാഹു കണ്ണു വെച്ച് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ അവൾക്ക് മനസ്സിലാവും അവരുടെ ചുറ്റില് ഒരുപാട് സെറ്റ്സുകള് അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടെന്ന്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ സെറ്റ്സുകള് അവറ്റകൾ അങ്ങനെ ചാടി വീണ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ ഷിനോ അവന്റെ ഇൻസെക്റ്റുകളെ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ വീണ്ടും വീണ്ടും ഒരുപാട് സെറ്റ്സുകള് ഇപ്പൊ എർത്തിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരാൻ തുടങ്ങും. ഉടനെ ഷിനോ അവൻ നിലവിളിച്ചു പറയും ആരും അവറ്റകളെ തൊടരുത്, അവരെ തൊട്ട് കഴിഞ്ഞാ ഉറപ്പായിട്ടും നമ്മുടെ ചക്ര പവർ അവർ അബ്സോർബ് ചെയ്യും. അതിന് കിബ ചോദിക്കും നീ എന്താ പറയണേ, അവരെ തൊടാതെ എങ്ങനെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും? അതിന് ഹിനട്ട പറയും സീലിംഗ് ടീം അവരിവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു, അവരെത്തുന്നവരെങ്കിലും നമ്മൾ ഇവറ്റകളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാൻ പാടില്ല. സോ ദൂരത്ത് നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്ത് ഇവരെ ഇവിടെ ഹോൾഡ് ചെയ്ത് നിർത്തണം. നമ്മുടെ ആൾക്കാർ വീണ്ടും ഇപ്പൊ ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് സീലിംഗ് ടീമിലുള്ള 2 പേര് അവിടേക്ക് വരും. അവര് നമ്മുടെ ആൾക്കാരെ ഇപ്പൊ പുറത്തേക്കാക്കി സീലിംഗ് ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു ഗുഹ അത് മുഴുവനായിട്ടും ഇപ്പൊ കത്തിക്കാൻ തുടങ്ങും. സെറ്റ്സുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് പിടികിട്ടും അവരെ മുഴുവനായിട്ടും ഇപ്പൊ സീൽ ചെയ്യാൻ പോവാണെന്ന്. ഉടനെ അതിൽ ഒരു സെറ്റ്സു അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്ക് അത് തല്ലി പൊട്ടിച്ച് ഇപ്പൊ തീയിടും. തീ അങ്ങനെ സ്പ്രെഡായി ഇപ്പൊ ദൂരത്തായിട്ടുള്ള വലിയ ബോംബുകളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരുപാട് ബോക്സിന്റെ അടുത്തേക്ക് അങ്ങനെ ആളിപ്പടരും. ഉടനെ കിബ അവൻ അക്കമുരുവിനോട് പറയും എങ്ങനെയെങ്കിലും ആ തീ കെടുത്ത്. അക്കമുരു ആ തീയുടെ അടുത്തേക്ക് ഓടി എത്തുമ്പോഴേക്കും ഒരു സെറ്റ്സു അക്കമൊരു പട്ടിക്കുട്ടിയെ അങ്ങനെ തല്ലി താഴെ ഇടുകയാണ്. അപ്പോഴേക്കും ആ ബോംബുകൾ മുഴുവൻ ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ഉടനെ കിബയും അക്കമൊരു പട്ടിക്കുട്ടിയും അവർ 2 പേരും ഇപ്പൊ സേഫ് ആയിട്ട് പുറത്തേക്ക് വരും. കിബ ഉടനെ ചുറ്റും നോക്കും. ഹിനട്ടയെയും ഷിനോയെയും അവർ 2 പേരെയും കാണാനില്ല. അപ്പോഴായിരിക്കും ഷിനോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ പാറകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വരിക. കിബ പറയും ഹിനട്ട അവളെ കണ്ടോ? അതിന് ഷിനോ പറയും ഇല്ല, പക്ഷെ കുഴപ്പമില്ല, അവൾ സേഫ് ആയിരിക്കും, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ അവർ 2 പേരും അവിടെ ഒക്കെ തിരയാൻ തുടങ്ങും. അപ്പൊ ഷിനോ അവൻ കിബിയോട് ചോദിക്കും നിനക്ക് സ്പെല്ലിംഗ് പവർ ഇല്ലേ, അത് വെച്ച് ഹിനട്ടെ കണ്ടുപിടിച്ചൂടെ? അതിനവൻ പറയും ഇവിടെ മുഴുവൻ ഡസ്റ്റ് ആണ്, എന്നെ കൊണ്ട് ഇപ്പൊ സ്മെല് ചെയ്യാൻ കഴിയില്ല, അത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും സീലിംഗ് ജിപ്സ് ചെയ്യുന്ന ഒരു ഷിനോബി അവൻ മരിച്ചു കിടക്കുന്നത് നമ്മുടെ ആൾക്കാർ കാണുക. അവരവനെ താങ്ങിയെടുത്ത് അവന് ജീവനുണ്ടോ എന്ന് പരിശോധിക്കും. അതേ സമയത്ത് ഹിനട്ട അവളിപ്പോ അവിടേക്ക് നടന്നു വരും. അവളെ കാണുമ്പോ നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് ആശ്വാസമാവും. ഹിനട്ട പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഹിനട്ട പറയും ഇനി ഇവിടെ നിന്നാ അത് വലിയ അപകടമാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അതിന് ഷിനോ അവൻ പറയും ആക്ച്വലി ഈ ഒരു ഷിനോബിയെ ആരോ കൊന്നതാണ്, ഈ പൊട്ടിത്തെറിയില് ഇവൻ മരിച്ചതല്ല. അത് കേട്ട് ഹിനട്ടയും കിബയും അവർ 2 പേര് ഷോക്കാവും. ഷിനോ പറയും ഇവന്റെ കൂടെയുള്ള മറ്റൊരു ഷിനോബി അവൻ ഇവിടെ എവിടെയോ ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം, അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ആ വില്ലന്മാരെ സീൽ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ, അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും അവർ റൗണ്ട് ചെയ്ത് കൊന്നുകളയും. ഷിനോ പറയും ഒരുപക്ഷെ നമ്മുടെ തന്നെ ചക്ര പവർ അത് അബ്സോർബ് ചെയ്ത് വില്ലന്മാർ നമ്മളെപ്പോലായി മാറി നമ്മളെ തന്നെ ചീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കിബ അവനിപ്പോ ഹിനട്ടയോട് ചോദിക്കും നിന്റെ വ്യാഹു കണ്ണ് അതുപയോഗിച്ച് നിനക്ക് ചുറ്റും ഒന്ന് ചെക്ക് ചെയ്തൂടെ? അതിന് ഹിനട്ട പറയും ആ പൊട്ടിത്തെറിയില് എന്റെ വ്യാഹു കണ്ണിന് ചെറിയൊരു പരിക്ക് പറ്റി, സോ ഇപ്പൊ എന്നെ കൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല. അത് കേട്ട് കിബ പറയും അപ്പൊ നീ റിയൽ ഹിനട്ട അല്ല. അത് കേട്ട് ഷിനോ അവൻ വണ്ടടിച്ച് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നിന്നെ കൊണ്ട് ഇപ്പൊ സ്മെല് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, അപ്പൊ യഥാർത്ഥത്തില് നീയും റിയൽ കിബ അല്ലല്ലേ? അതിന് കിബ ചോദിക്കും നീ എന്തുകൊണ്ട് നിന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിക്കുന്നില്ല? അപ്പൊ ഷിനോ വണ്ടടിച്ച് എന്റെ ഇൻസെക്റ്റുകള് അവ ആ ബ്ലാസ്റ്റില് ചത്തുപോയി, അപ്പൊ നിനക്ക് എന്നെ സംശയമുണ്ടല്ലേ? അങ്ങനെ ഒരു 3 പേരും ഇപ്പൊ പരസ്പരം ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് തർക്കിച്ചു കൊണ്ടേയിരിക്കും. ഉടനെ അവർ 3 പേരും ഇപ്പൊ വഴക്ക് കൂടി 3 സ്ഥലത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ സീലിംഗ് ഷിനോബി അവൻ ഇപ്പോഴും ജീവനോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ ആൾക്കാരെ കണ്ട് അവൻ നിലവിളിക്കും ഓടി വായോ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. ഉടനെ നമ്മുടെ ആൾക്കാരില്
3 പേരിൽ ഒരുത്തൻ അവൻ അവിടേക്ക് വന്ന് ആ ഷിനോബിയെ തല്ലിക്കൊല്ലുകയാണ്. അവൻ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ബാക്കി 2 പേരും അവിടേക്ക് ഓടി വരും. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അവരുടെ കൂടെ ഏതോ ഒരാള് വില്ലനാണ്. ഉടനെ കിബ ആ മരിച്ചു കിടക്കുന്നവന്റെ കൈ അത് ചെറുതായിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കും. അപ്പൊ അവന് പിടികിട്ടും യഥാർത്ഥ വില്ലൻ അതാരാണെന്ന്. ഉടനെ കിബ അവനിപ്പോ ഷിനോയെ അറഞ്ചം പൊറഞ്ചം അടിക്കാൻ തുടങ്ങും. കിബ പറയും, നീ തന്നെയാണ് ഫേക്ക്, നീ ആ വില്ലനാണ്, നിന്നെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അവനെ അറഞ്ചം പൊറഞ്ചം അടിക്കും. അതിന് ഷിനോ അവനിപ്പോ കിബയുടെ കൈ അത് തട്ടി മാറ്റിയിട്ട് പറയും, ഞാനൊന്നും അല്ല, ആക്ച്വലി ഞാനല്ലേ ഈ കാര്യം അതാദ്യം നിങ്ങളോട് പറഞ്ഞതുപോലും. ഷിനോ പറയും, ആക്ച്വലി ഇത് ആ വില്ലന്മാരുടെ പ്ലാനാണ്. നമ്മൾ പരസ്പരം സംശയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഇട്ട് തമ്മി തല്ലി ചാവണം, അതാണ് അവരുടെ പ്ലാൻ. അത് കേൾക്കുമ്പോ ഇപ്പൊ കിബയ്ക്കും എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി. അവൻ അങ്ങനെ നിൽക്കും. സോ കിബ അവനിപ്പോ ബാക്കി 2 പേരോടും പറയും, നമ്മുടെ കയ്യില് ഇത് കണ്ടുപിടിക്കാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, റോക്ക് പേപ്പർ സീസർ. അതിലാര് ജയിക്കുന്നോ അവന് ബാക്കിയുള്ള 2 പേരോട് നമ്മുടെ ഇടയിൽ നടന്ന കാര്യങ്ങള്, ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം ചോദിക്കാം. ഷിനോയ്ക്കാണെങ്കിൽ ആ ഒരു ഐഡിയ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും ആവില്ല. പക്ഷെ വേറെ വഴിയില്ലാതെ ഇപ്പൊ അവർ 3 പേരും ഉഷാറായിട്ട് കളിക്കാൻ തുടങ്ങും. ഓരോരുത്തർ തോൽക്കുമ്പോഴും അവർ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ 3 പേരും ഇപ്പൊ കറക്റ്റ് ആയിട്ട് പരസ്പരം ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ കിബ അവനിപ്പോ ഷിനോയോട് ചോദിക്കും, സാസുകയുടെ മിഷനിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തത്. പക്ഷെ ആദ്യം പരുക്ക് പറ്റിയത് നിനക്കാണ്. അതിന്റെ കാരണം അതെന്താണെന്ന് പറ. അതിന് ഷിനോ അവൻ ഷോക്കായിട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഈ ചോദ്യത്തിന് ഉത്തരം അത് ഞാൻ പറയില്ല. അതിന് കിബ പറയും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, റിയൽ ഷിനോ അവൻ ഉറപ്പായിട്ടും ഇതിന് ആൻസർ അറിയാം, അവൻ പറഞ്ഞിരിക്കും. ഇതിന്റെ ആൻസർ നീ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നീ റിയൽ ഷിനോ അല്ല. അതിന് ഷിനോ, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ ആദ്യം ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. എന്നെ നീ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സീക്രട്ട് അത് ഞാൻ നിന്നോട് പറയാം. അപ്പ കിബ എന്തോ കാര്യമായിട്ട് സെൻസ് ചെയ്യാൻ തുടങ്ങും. കിബ വീണ്ടും പറയും, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അവർ വീണ്ടും ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ചിലര് തോക്കും, ചിലർ ജയിക്കും. അങ്ങനെ വമ്പൻ ആവേശത്തില് മുൻപോട്ട് പോകും. ഉടനെ ഷിനോ അവൻ പറയും, ഇനി ഈ ഗെയിം അത് മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണ് മാസ്റ്റർ പറഞ്ഞ കാര്യം അതെനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ ഓപ്പണൻസ് അവർ ഉറപ്പായിട്ടും നമ്മുടെ ഇൻഡൽസ് അത് കളക്ട് ചെയ്യും. സോ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങളെ 2 പേരെയും എനിക്ക് വിശ്വാസമില്ല. നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് തകർത്ത് കളയും. അതിനിക്കിപ്പോ ഷോക്കാവും. അവൻ ചോദിക്കും, അപ്പൊ ഇത്രയും നേരം നമ്മൾ റോക്ക് പേപ്പർ സിസർ അതൊക്കെ കളിച്ചത് വേസ്റ്റ് ആണോ? നീ ഞങ്ങളെ തന്നെ തള്ളി പറയാണോ? ഉടനെ ഷീനോ അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഹിനട്ടെയും കിബയെയും അറഞ്ചം പൊറഞ്ചം അടിച്ച് അങ്ങനെ തെറിപ്പിച്ചു കളയും. ഉടനെ കിബ അവൻ ഫുൾ ആക്റ്റീവായി ഇപ്പൊ അക്കമൊരു പട്ടിക്കുട്ടിയെ അവിടേക്ക് വിളിക്കും. അക്കമരും കിബയും അവർ 2 പേരും ചേർന്ന് കോമ്പിനേഷൻ അറ്റാക്ക് ഒക്കെ ചെയ്ത് ഷീനോയെ തെറിപ്പിച്ചു കളയും. ഹിനട്ടയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഉടനെ ഹിനട്ട അവള് കിബയോട് പറയും, ഉറപ്പായിട്ടും ഷിനോ തന്നെയാണ്. സോ കിബ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ 2 പേരും കൂടെ ഷിനോയെ തല്ലി തല്ലി ഇപ്പൊ ഒരു മൂലയ്ക്ക് തെറിപ്പിക്കും. ഉടനെ ഹിനട്ട അവളൊരു ഫയർ ക്രിയേറ്റ് ചെയ്ത് ഷിനോയ്ക്ക് നേരെ അങ്ങനെ വിടും. ആ ഒരു ഫയറില് ഇപ്പൊ ഷിനോ അവൻ മുഴുവനായിട്ട് കത്തി എരിഞ്ഞ് അവിടെ ഇല്ലാതായി മാറും. ഉടനെ കിബ അവൻ ശ്വാസം വലിച്ചു വിടും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഹിനട്ട ചിരിക്കാൻ തുടങ്ങും. ഹിനട്ട പറയും, ഞാനാണ് ആ വൈറ്റ് സെറ്റ്സു. അത് കേട്ട് കിബ അവനങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോ അവൾ അവന്റെ അക്കമൊരു പട്ടിക്കുട്ടിയെ അങ്ങനെ കൊന്നു താഴെയിടും. അപ്പൊ കിബ ഇപ്പൊ വൈറ്റ് സെറ്റ്സുവിനോട് ചോദിക്കും, അപ്പൊ നീയായിരുന്നല്ലേ യഥാർത്ഥ വില്ലൻ? അതിന് സെറ്റ്സു ചിരിക്കും. അവൻ പറയും, ഇനി നീ മാത്രമേ എന്റെ മുൻപിലുള്ളൂ. നിന്റെ ഫ്രണ്ട് ഷിനോയെ അവനെ ഞാൻ കൊന്നു കളഞ്ഞു. നിന്നെ അതിലും സിമ്പിളായിട്ട് ഞാൻ കൊല്ലാൻ പോവാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ഷിനോ അവനിപ്പോ നടന്നു വരും. ഷിനോ പറയും, നീ കൊന്നത് എന്നെയല്ല, മറിച്ച് എന്റെ ഇൻസെക്റ്റുകളാണ്. തുടക്കം മുതലേ എനിക്ക് നിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രാമ പോലും ക്രിയേറ്റ് ചെയ്തത്. യഥാർത്ഥ ഒരാൾ മരിച്ച ഉറപ്പായിട്ടും ഫേക്ക് ആയിട്ടുള്ള ആളുടെ റിയൽ രൂപത്തിലേക്ക് വരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് ഞാൻ നിന്നെ ഇത്ര എളുപ്പത്തില് കണ്ടുപിടിച്ച് ലോക്ക് ചെയ്തത്. വില്ലന് മനസ്സിലാവും അവൻ പെട്ടൂന്ന്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് അവൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്ക് ഷിനോ അവന്റെ ഇൻസെക്റ്റുകളെ വെച്ച് വൈറ്റ് സെറ്റ്സുവിനെ മുഴുവനായിട്ടും ഇപ്പൊ തകർത്ത് തരിപ്പണാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ അവരെല്ലാവരും ചേർന്ന് ഹിനട്ടെ കണ്ടുപിടിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പൊ ബോധമില്ല. ഉടനെ കിബയും ഷിനോയും അവര് വെള്ളമൊക്കെ തളിച്ച് ഇപ്പൊ അവളെയും നോർമലാക്കി എഴുന്നേപ്പിക്കും. അങ്ങനെ ഒരു 3 പേരും വീണ്ടും റെഡിയായിട്ട് അറ്റാക്കിന് തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.